ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് വെക്കാൻ പോണത് നെയ്ച്ചോറും ചിക്കനുമാണ്. ചിക്കൻ എന്ന് പറഞ്ഞാൽ വെറും ചിക്കൻ അല്ല കേട്ടോ, നമ്മൾ ഷാദി വാല ചിക്കൻ, കല്യാണത്തിനൊക്കെ വെക്കുന്ന ചിക്കനാണ്. നമ്മുടെ എല്ലാവരൊക്കെ ഉണ്ട് ഗൈസ്. ആദി പിന്നെ അച്ചു ഇനിയുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ എടുക്കാൻ വേണ്ടി എല്ലാവരും റെഡി ആയിട്ടാ, നമ്മൾ കടയിലൊക്കെ പോവാണ് ഗൈസ്. നല്ല മഴയുണ്ട് ഇവിടെ. ഗൈസ് നമ്മൾ പർച്ചേസിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. തൈര് നാരങ്ങ ഉള്ളി നല്ല നോക്കി പെറുക്കിയിട്ട് ഗൈസ്. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി അപ്പോൾ ഇവിടെ എത്തിയിട്ടാ. ഇവിടെ എത്തി ഇനി വെക്കാൻ പോണ കാഴ്ചയൊക്കെ നിങ്ങൾ കാണേണ്ടതാണ് ഗൈസ്. ഓക്കെ, ഒക്കെ പവറായിരിക്കും. വീഡിയോ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കണ്ടുകൊണ്ടേയിരിക്കുക ഗൈസ്. അപ്പോൾ ചിക്കനൊക്കെ കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. ഇതിൽ മസാല ഒക്കെയാണ് അടുത്തത് സെറ്റാക്കാൻ പോണത്. അപ്പോൾ ചിക്കൻ കട്ടിംഗ് ആണ് ഗൈസ്. ഇതിപ്പോൾ നമ്മൾ എന്തിനാ അതുപോലെ വരയണമെന്ന് പറഞ്ഞാൽ മസാല കൂടുതൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഗൈസ്. അപ്പോൾ വീഡിയോസ് കാണുക, ഫുള്ള് കാണുക ഗൈസ്. ഇപ്പോൾ ഉള്ളി പച്ചമുളകെല്ലാം കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അതൊന്നും കുഴപ്പമില്ല, കരയണം കേട്ടോ. ആദ്യമായിട്ട് അവൻ കരയാണ്. അടുക്കളയിൽ വരെ പോവാത്തവനാണ് അവൻ. നമ്മൾ പിന്നെ ഇതൊരു ഷെഫാണ് ഗൈസ്, ജിനു ഷെഫ്. വീട് കണ്ടാൽ നമുക്കറിയാം ഷെഫാണെന്ന്. അളവെടുത്തിട്ടായിരിക്കണം. ഒന്നും കൂടി ഒന്ന് കഴുകാനാണ്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത പീസ് ആയതുകൊണ്ട് ഒന്നും കൂടി കഴുകി വൃത്തിയാക്കിയിട്ട് ചെയ്യാമെന്ന് വെച്ചാൽ കേട്ടോ. കടയും കട്ട് ചെയ്തുകൊണ്ടിരിക്കണം. എല്ലാം ഇപ്പോൾ സെറ്റാവും. ഷെഫാണ് ഗൈസ്, അടുത്ത ഷെഫാണ്. ഷെഫിന് ട്രെയിനിങ് കൊടുത്തോണ്ടിരിക്കുന്നു. അപ്പോൾ ഉപ്പിട് വേണം കേട്ടോ. ഉപ്പൊക്കെ നമ്മൾ അളവിന് നോക്കിയിട്ട് വേണം ഇടാൻ. നമുക്കറിയാം തോന്നുന്നു, അളവിന് കറക്റ്റായിട്ട് ഇട്ടാൽ മതി കേട്ടോ. നമ്മൾ നമ്മുടെ ഒരു അളവിനാണ് ഇടുന്നത് ഗൈസ്. ആദ്യപ്പെട്ടാൻ പിന്നെ ഉണ്ടായിരുന്ന ഗൈസ്. ഞങ്ങൾ പാത്രം കവുത്തിയിട്ടാണ് ഇത്ര നേരം കട്ട് ചെയ്തത്. മഞ്ഞപ്പൊടി ഗൈസ്, ഇഞ്ചി പൂണ്ട് പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് ഗൈസ്. ഞാൻ തമിഴ് കൊണ്ടുവന്നുള്ളൂ. ചിക്കൻ മസാല, കാശ്മീരി ചില്ലിയാണ് ഉപയോഗിക്കുന്നത് ഗൈസ്. അത് മലമ്പുളി കുറച്ച് റെഡിഷ് കൂടുതൽ. ഇത് മസാല അറിയില്ല, ഗ്രേവി മസാലയാണ് ഗൈസ്. പക്ഷെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ ലൈറ്റ് ആയിട്ട് ഇടണം. ബ്ലാക്ക് പെപ്പർ ഇതാണ് ഗൈസ്. കുറച്ചേ ഇടാൻ പാടുള്ളൂ കേട്ടോ. നമ്മൾ ഒരുപാട് ഇട്ടാലും അതിൻ്റെ ഭയങ്കര ഇതാവും. നമ്മൾ നോക്കിയിട്ട് മിക്സ് ചെയ്താൽ മതി. എല്ലാം മിക്സ് ആക്കുക ഗൈസ്. ഗൈസ് കുറച്ച് തൈര് നമ്മൾ മിക്സ് ചെയ്യണം. ലെമൺ ഗൈസ്. മിക്സ് ഗൈസ് എല്ലാം കൂടി മിക്സിങ് ആണ്. അപ്പോൾ തൈരും നാരങ്ങ കൂടി ചേർത്തിട്ടുണ്ട്. നാരങ്ങ ചേർത്താൻ പറ്റും, ഇല്ലെങ്കിൽ ഒരുപാട് ഉപ്പാകും. അപ്പോൾ എല്ലാം റെഡിയായി ഗൈസ്. അപ്പോൾ നമ്മളെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു 15-20 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ പോകണം. മാക്സിമം ഒരു അരമണിക്കൂറായാലും ഒരു കുഴപ്പമില്ല. ഓക്കെ ഗൈസ്, മെയിൻ പരിപാടി വിട്ടുപോയി ഗൈസ്. അരി കഴുകാൻ മറന്നുപോയി ഗൈസ്. നമ്മൾ ഇനി അടുത്ത പരിപാടി നെയ്ച്ചോറിനുള്ള പരിപാടിയാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിലുള്ളത് 2.5 കിലോ അരിയാണ് ഗൈസ്. അതായത് 10 പേര്. അത്ര ആവശ്യമില്ല, എന്നാലും ഞങ്ങൾ കുറച്ച് ഇരിക്കട്ടെ. ലാവിഷ് അടുത്ത പരിപാടി, അടുത്ത മെയിൻ പരിപാടി അരി കഴുകുന്നത്. അതാണ് ഗൈസ്, ഗ്യാസ് മാറ്റാൻ അറിയില്ല. ഞങ്ങളാണ് കുക്ക് ചെയ്യാൻ വന്നിരിക്കുന്നത്. നടക്കോ
എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ നെയ്ച്ചോറിനുള്ളതെല്ലാം സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ മുന്തിരി, അണ്ടിപ്പരിപ്പ് പിന്നെ സവാളയൊക്കെ ഒന്ന് ചോപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഗൈസ്. തിളച്ചു മറിയുകയാണ്. എടുത്തിട്ട് അത് ഇട്ടാൽ മതി. നല്ല കരികരി ഉള്ളി ഇത് വറുത്തിട്ട് നമ്മൾ നന്നായി ചോപ്പിക്കണം. അതുവരെ ഒന്ന് കുക്കാവാനുണ്ട് ഗൈസ്. ഉള്ളി ആദ്യം പൊടിപ്പൊടിയായിട്ടുള്ളത് നമ്മളെപ്പോഴും ഈ ഉള്ളി ഫ്രൈ ചെയ്യുമ്പോൾ ചെറുതായിട്ട് നൈസായിട്ട് അരിയണം കേട്ടോ. പിന്നെ അതിന്റെ ഒന്ന് റെഡിഷ് ആയിട്ട് കിട്ടുള്ളൂ. നമുക്ക് കുറച്ച് വലുതും ചെറുതൊക്കെ ഉണ്ട്. അത് ഞങ്ങളുടെ ചെറിയ ഒരു ഇതൊക്കെയാണ്. എന്നാലും ഞങ്ങൾ ഫുഡ് സൂപ്പർ ആയിരിക്കണ്ട ഗൈസ്. ബ്രൗൺ ആയിട്ട് കുക്കായിട്ടുണ്ട്. നമ്മളിതുപോലെ അങ്ങനെ കുക്കാക്കി എടുക്കണം. നമ്മളിപ്പോൾ ഒരേ മെയിൻ പരിപാടിയിലേക്ക് പോവാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ എല്ലാം വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത് നെയ്ച്ചോറിന്റെ നെയ്യ് ഒഴിച്ച് ഗൈസ്. ഫുഡ് എല്ലാം ഒഴിക്കട്ടെ ഗൈസ്. ലാസ്റ്റ് അടിയിൽ കുറച്ച് ഒഴിച്ചു മതി വേണ്ട. കമ്മിയാക്കത്. ഇതെന്താ സാധനം? അത് വേണ്ടതാ, നന്നായിട്ടുണ്ടായിരുന്നു. ഇതെന്താ സാധനം? എന്തൊക്കെയാ ഇലയൊക്കെ ഇടുന്നുണ്ട് ഗൈസ്. വെറൈറ്റി ഇല. മാവിന്റെ ഇല, മാവിന്റെ തോല്. ഇതെന്താ സാധനം? നെയ്യ് കുറച്ച് പെരിഞ്ചീരകം. ഇത് നമുക്ക് പാക്കറ്റ് ആയിട്ട് കിട്ടും വാങ്ങ കടയിൽ അല്ലേ? ഇത് നോക്കിയിട്ട് ആരും വെക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അസിസ്റ്റന്റ് വന്നിരിക്കുകയാണ് ഗൈസ്. അതുകൊണ്ടാണ് വലിയ പാത്രമാണ് ഗൈസ്. അതുകൊണ്ടാണ്. പച്ചമുളക് ഇടും. അടുത്തത് പച്ചമുളക്. കാണാം. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ എത്ര ഗ്ലാസ് അരി എടുക്കണം, ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെച്ചിട്ടാണ് വെള്ളം ഉണ്ടാകും ഗൈസ്. ഉപ്പിടാൻ പോകുന്നത് ഗൈസ്. എല്ലാം കുക്കായിരുന്നു. ഇനി റൈസ് ഇടുകയാണ്. പതുക്കി പോവാണ്. ഇപ്പോൾ ബിരിയാണി ഇറക്കിയിട്ട് നമ്മളൊക്കെ സെറ്റ് ചെയ്തു. നമ്മൾ പെട്ടെന്ന് ഓഫാക്കിയതാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ കൂടി കാണിക്കുക. ഹൈ ഗൈസ്. അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഹൈ ഗൈസ്. അപ്പോൾ നമ്മുടെ പീസുകളെല്ലാം കഴിയാറായിട്ടാണ് നമ്മളൊക്കെ ഫ്രൈ ചെയ്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫ്രൈ ചെയ്യുന്ന ആൾ രാജിനോ ഒസം. ഇല്ല അവൻ വെറുതെ ഇരിക്കുകയാണ് ഗൈസ്. ഇത്ര നേരമായിട്ട് ഒരു പണിയും ചെയ്യാതെ നമ്മുടെ അച്ഛനും വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇനി ചിക്കൻ കറി വെക്കാൻ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചട്ടി ഇപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വീല് കേട്ടോ. അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മൾ ഉള്ളി ഇട്ടുകൊണ്ടിരിക്കട്ടെ. നമ്മുടെ വികിൽ മച്ചാനാണ്. വികിൽ മച്ചാൻ ഇട്ടോ. നമ്മൾ ഉള്ളിയിട്ട് അപ്പോൾ നമ്മൾ പച്ചമുളകും ഇടുന്നുണ്ട്. ഹാ ഗൈസ്. നമ്മുടെ ഒരു ചങ്ക് വന്നിട്ടുണ്ട് ഗൈസ്. നമ്മുടെ മെയിൻ ആളാണ് കേട്ടോ ഗൈസ്. ഹായ് പറഞ്ഞ. ഓക്കെ. അപ്പോൾ നമ്മൾ തക്കാളിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. തക്കാളി ഇട്ട് വണക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. വികിലാണ് കേട്ടോ കുക്കിങ്. വയറിളകി അതിന് കാരണക്കാരൻ വികിലായിരിക്കും. അടുത്തത് ഒഴിക്കുമ്പോഴേ ഇത്തിരി ഉപ്പ് കലക്കി ഒഴിക്കുക ഗൈസ്. ഇപ്പം എല്ലാം റെഡി ആയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. കാണിച്ചു തരാം. ഇതാ നമ്മുടെ ഷെഫ് ഞാനാണ് ഗൈസ്. നെയ്ച്ചോറ് എല്ലാം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഗൈസ് ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ് ഗൈസ്. കഴിക്കാൻ തുടങ്ങി ഗൈസ്. പ്രസാദ് കൂടി വന്നിട്ടുണ്ട് കേട്ടോ. അവിടെ ഇരിക്കണം. നിങ്ങൾ ലേറ്റ് ആവുന്നതുകൊണ്ട് ലെഗ് പീസ് ഇല്ല. ലെഗുണ്ട് മാറ്റി വെച്ചാൽ എല്ലാം ഉണ്ട്. ഹലോ ഗൈസ്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ. ഇനി കുറച്ച് പേര് കഴിക്കാനുണ്ട്. നമ്മുടെ വികിൽ മച്ചാനുണ്ട്, പ്രസാദ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. അതെ ഫുള്ളായില്ലേ? വേറെ എങ്ങനെയുണ്ട്? ഫുഡ് എങ്ങനെയുണ്ട്? അടിപൊളി ഫുഡ് എങ്ങനെയുണ്ട് അച്ചു? അടിപൊളി ഫുഡ്.
കഴിക്കണതിൻ്റെ അടുത്തും കൂടി അഭിപ്രായം ചോദിക്കാം. ഫുഡൊക്കെ ആക്ഷൻ മേഡം ഓക്കെ അല്ലേ? അടിപൊളി ഫുഡ് ഞാൻ വെച്ചോളമ്മ ഇത് വെറുതെ അത് വേണ്ടായിരുന്നു ഗൈസ്. ഹായ് ഗൈസ്, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഒരാൾ ഫ്ലാറ്റ് ആയി ഗൈസ്, നല്ല ഉറക്കത്തിലാണ് നമ്മുടെ വീട്ടിൽ മച്ചാൻ. നല്ല വലിയുണ്ട്, അപ്പം അതിൻ്റെ ശബ്ദം കേൾക്കില്ല, നമുക്ക് മൈക്കൊന്നും ഇല്ലാത്തതുകൊണ്ട്.